മലയാള മണ്ണിൽ മഹായുദ്ധം തുടങ്ങാൻ ഇനി മണിക്കൂറുകൾ വേണ്ട, അരമണിക്കൂർ മാത്രം. അതാ മണി മുഴങ്ങി തുടങ്ങൂ. കേരളം ആര് ഭരിക്കും? അടുത്ത 5 വർഷം ആരെ നമ്മൾ നയിക്കും? നിയമസഭയുടെ പടിവാതിൽക്കൽ വലതുകാൽ വെച്ച് ആരൊക്കെ കയറുമെന്നുള്ള ഉദ്വേഗജനകമായ നിമിഷങ്ങൾക്കാണ് ആ നിമിഷങ്ങൾക്കാണ് കേരളം കാത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ പ്രതിനിധി വീണ ചേർന്നുകൊണ്ട് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. വീണ, തലസ്ഥാനത്ത് എത്രത്തോളം ആവേശമുണ്ട്? ഒപ്പം എന്തൊക്കെയാണ് വിവരങ്ങൾ? PK കൃഷ്ണദാസിന്റെ വാക്കുകളിൽ നിന്നും ആത്മവിശ്വാസം അങ്ങേയറ്റമുണ്ട്. കാട്ടാക്കടയിലും താമര വിരിയുമെന്ന് പറയുമ്പോൾ എത്രത്തോളം യാഥാർത്ഥ്യമാകും അതൊക്കെ? അശ്വതി, ഞാൻ നിൽക്കുന്നത് മാരാർജി ഭവനിലാണ്. വലിയ ആവേശത്തിൽ തന്നെയാണ് മാരാർജി ഭവനും. നേതാക്കൾ അല്പസമയങ്ങൾക്ക് മുമ്പ് തന്നെ ഇങ്ങോട്ടേക്ക് എത്തും. നിലവിൽ ഇപ്പോൾ ഇവിടെ ഉള്ളത് ദേശീയ നേതാവും ഒപ്പം തന്നെ മുതിർന്ന നേതാവും കാട്ടാക്കടയുടെ BJP സ്ഥാനാർത്ഥിയുമായ PK കൃഷ്ണദാസ് ആണ്. അദ്ദേഹമാണ് അല്പസമയങ്ങൾക്ക് മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നമുക്ക് പ്രകടമാണ് ആ ശുഭാപ്തി വിശ്വാസവും ഒപ്പം തന്നെ നിറഞ്ഞ വിജയപ്രതീക്ഷയുമാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ നമുക്ക് പ്രകടമാകുന്നത്. അരമണിക്കൂർ കൂടി മാത്രമേ ഉള്ളൂ ആ വോട്ടെണ്ണൽ ആരംഭിക്കാൻ. ആ വോട്ടെണ്ണൽ ആരംഭിക്കുന്നതിന് മുന്നോടി അദ്ദേഹം പ്രതികരിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ മുഖത്ത്, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാവങ്ങളിൽ, ആ വാക്കുകളിലൊക്കെ വിജയപ്രതീക്ഷ തന്നെയാണ്, ആ ശുഭാപ്തി വിശ്വാസം തന്നെയാണ് നമുക്ക് പ്രകടമായതും. അദ്ദേഹം പറഞ്ഞത് ധാരാളം താമരകൾ ഈ ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിലൂടെ വിരിയും എന്നുള്ളതാണ്. കാട്ടാക്കടയിലും താമര വിരിയും. എല്ലാ സ്ഥലങ്ങളിലും വിജയപ്രതീക്ഷ തന്നെയാണുള്ളത്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ BJPക്കുണ്ടായ മുന്നേറ്റം അത് ഈ ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലത്തിലും ഉണ്ടാകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ജനങ്ങൾക്കിടയിൽ BJPക്ക് ലഭിച്ച സ്വാധീനം, ഒപ്പം തന്നെ ഈ നഗരസഭാ തിരഞ്ഞെടുപ്പിൽ അതിനുശേഷമുണ്ടായ തിരുവനന്തപുരത്തുണ്ടായ ചരിത്ര വിജയം, നഗരസഭാ ഭരണത്തിൽ BJP ഏറിയ സാഹചര്യം, അതിനുശേഷം ഈ കുറഞ്ഞ കാലയളവിൽ BJP ഭരണകൂടം തിരുവനന്തപുരം നഗരത്തിലടക്കം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വികസന പ്രശ്നങ്ങൾ, വികസന പദ്ധതികൾ, ഒപ്പം തന്നെ നാട്ടിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾക്കുള്ള കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കൽ, അത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട സാഹചര്യമുണ്ട്. അത് ഈ ഒരു തിരഞ്ഞെടുപ്പിലും ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം തന്നെ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ ഒരു മാരാർജി ഭവനിൽ ഈ ഒരു തിരഞ്ഞെടുപ്പ് ഫലം വീക്ഷിക്കുവാനും നിരവധി പേർ ഇങ്ങോട്ടേക്ക് എത്തുമെന്നുള്ളതാണ്. മാരാർജി ഭവനിൽ ഇവിടെ നേതാക്കളടക്കം ചില നേതാക്കളും മാധ്യമ പ്രവർത്തകരുമാണ് നിലവിലുള്ളത്. ഇപ്പോൾ നിലവിൽ സ്ക്രീനിൽ ആ തിരഞ്ഞെടുപ്പിൻ്റെ എല്ലാ വിഷയങ്ങളും, അതായത് വോട്ട് തത്സമയം നൽകുന്ന, വോട്ടിൻ്റെ ശതമാനമടക്കം തത്സമയം നൽകുന്നതിൻ്റെ കാഴ്ചകൾ കാണുന്നത് ജനൻ TV-യിലൂടെയാണ്. ജനൻ TV നൽകുന്ന നിഷ്പക്ഷമായ സത്യസന്ധമായ വാർത്തകൾ അത് ഇവിടെ വീക്ഷിക്കുവാൻ നേതാക്കളടക്കം ഇങ്ങോട്ടേക്ക് എത്തുമെന്നുള്ളതാണ്. അല്പസമയങ്ങൾക്ക് 9:30 കൂടിയായിരിക്കും BJP സംസ്ഥാന അധ്യക്ഷനും നിയമമണ്ഡലം സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇങ്ങോട്ടേക്ക് എത്തുന്നത്. അത്തരത്തിൽ തിരഞ്ഞെടുപ്പ് വീക്ഷിക്കുന്നതിനും ആദ്യ മണിക്കൂറുകളിൽ തന്നെ വോട്ടെണ്ണലടക്കം വീക്ഷിക്കുന്നതിനും അത് ആഘോഷമായിട്ടുള്ള അത്തരത്തിലുള്ള ആഘോഷ പരിപാടികൾക്കുമൊക്കെ ഇവിടെ ഏറെ സജീവമായി അല്ലെങ്കിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി നമുക്ക് പറയാൻ സാധിക്കുമെന്നുള്ളതാണ്. നേതാക്കളടക്കം സ്ഥാനാർത്ഥികളടക്കം വലിയ തരത്തിലുള്ള ശുഭാപ്തി വിശ്വാസത്തിലാണ്. കൗണ്ടിംഗ് സെന്ററുകളിലടക്കം നേതാക്കൾ എത്തുന്നുണ്ട് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം നേമം മണ്ഡലം എന്നുള്ളത് BJPക്ക് ചരിത്ര വിജയം സമ്മാനിച്ച മണ്ഡലമാണ്. ആ മണ്ഡലത്തിലടക്കം വലിയ തരത്തിലുള്ള ശുഭാപ്തി വിശ്വാസം, ഒപ്പം തന്നെ ഈ 96 ദിവസം നീണ്ടുനിന്ന തിരഞ്ഞെടുപ്പ് പ്രചാരണ കാലഘട്ടത്തിൽ സ്ഥാനാർത്ഥികൾക്ക് ജനങ്ങളിൽ നിന്നുണ്ടായ സ്വീകരണം അത് ഈ തിരഞ്ഞെടുപ്പിൽ കൂടെ തന്നെ, ഈ ഒരു ഫലത്തിലൂടെ തന്നെ വ്യക്തമാകുമെന്നുള്ളതാണ് അശ്വതി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒക്കെ മാരാർജി ഭവനൊക്കെ വലിയ ആവേശത്തിലാണ്. അല്പസമയങ്ങൾക്ക് മുമ്പ് തന്നെ നേതാക്കളടക്കം ഇങ്ങോട്ടേക്ക് എത്തും. ഒപ്പം തന്നെ ആ ഒരു ശുഭാപ്തി വിശ്വാസം, BJPയുടെ ശുഭാപ്തി വിശ്വാസം തന്നെയാണ് PK കൃഷ്ണദാസിലൂടെ പ്രകടമാവുകയും ചെയ്തത്. അശ്വതി.